കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അബാക്കസ്. നിങ്ങളെല്ലാവരും അബാക്കസ് എന്നുള്ള ആ ഒരു കോഴ്സ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകളായിരിക്കും, അപ്പോൾ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അബാക്കസ്. പക്ഷേ എന്താണ് അബാക്കസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അബാക്കസ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ, നമ്മുടെ കാൽക്കുലേറ്ററൊക്കെ വരുന്നതിന് മുൻപേ ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു അബാക്കസ്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും ഗാഡ്ജറ്റുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടം നമ്മൾ എന്തിനാണ് അബാക്കസ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അല്ലേ? അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഞാനൊക്കെ അത്യാവശ്യം ഏജ്ഡായി, പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമാണ് 3 മുതൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു സമയം. അപ്പോൾ 3 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മളിത് ഏറ്റവും കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് 3 to 15 വയസ്സ് വരെ. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടമാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത, അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റും റൈറ്റ് സൈഡ് ലെഫ്റ്റിനെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതാമെന്ന് കരുതുക, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അബാക്കസിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 കൈകളും വെച്ചിട്ടാണ് കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പം അതിനകത്ത് 2 കൈകളും അതിൻ്റെ 2 ഫിംഗറും ഒരേപോലെ നമ്മൾ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രെയിന് 2 പോർഷനും ഒരേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മെമ്മറി പവർ കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് എളുപ്പമല്ലേ? അവരുടെ സ്കില്ല്, ഒഴിഞ്ഞിടക്കുന്ന സ്കില്ലൊക്കെ പുറത്ത് കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയൊരു മാർഗം കൂടിയാണ് നമ്മുടെ ഈ അബാക്കസ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതുമാത്രമല്ല, നമ്മുടെ അബാക്കസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു 5 ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, മെമ്മറി പവർ, സ്പീഡ്, ആക്യുറസി. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ബേസിക്കായിട്ട് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് കോൺഫിഡൻസ്? ചില കുട്ടികൾക്ക് പറയാൻ മടിയായിരിക്കും, മിണ്ടാൻ മടിയായിരിക്കും, ഒരു ചെറിയൊരു പ്രശ്നം. അപ്പം ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും ആ കുട്ടികൾ നല്ല അത്യാവശ്യം കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കുന്നത് കാണാം. ഇനിയായിക്കോട്ടെ മെമ്മറി പവർ ആയിക്കോട്ടെ, മെമ്മറി പവറിനൊക്കെ ഒരു ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ സ്പീഡ് പറഞ്ഞു, നമ്മളൊരു സ്പീഡ് ടെസ്റ്റ് പോലെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പം അതിലൂടെ ഗ്രാജുവലി കുട്ടികൾക്ക് ഇങ്ങനെ സ്പീഡ് കൂടി വരും. ദെൻ ആക്യുറസി, നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യതയോടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പം ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് പോയിന്റ് ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് മാറി എഴുതുന്നൊരു വിശേഷം ഉണ്ടായിരിക്കും ചില ആൾക്കാരുടെ കേസിൽ. അതൊക്കെ മാറാനും, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, മെയിനായിട്ട് കുട്ടികൾ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ചില കുട്ടികളുടെ കേസിലാണ് മിറർ റൈറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലുള്ള ചില കുട്ടികൾക്ക് KG സെക്ഷനിൽ കയറി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ കുറവ്, അതുപോലെ തന്നെ പറയുന്ന പോലെ മിറർ റൈറ്റിങ്, അതുപോലെ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചറിയുക, അതൊക്കെ നമ്മുടെ ഈ ഒരു അബാക്കസിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു കോഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1.5 മണിക്കൂർ വീതം മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് റെഗുലറായിട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യും. അബാക്കസ് വെച്ചിട്ട് അവർ 2 കൈകൾ വെച്ചിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. പിന്നത്തെ ക്ലാസ് വരെയുള്ള വർക്ക്സുകളും ബുക്കിനകത്ത് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അബാക്കസ് നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിന് കൊടുക്കുന്നത്. അപ്പം അബാക്കസ് പഠിച്ചാലുള്ള ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പം ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എങ്ങനെയാണ് അബാക്കസ് വെച്ചിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുക, 2 ഡിജിറ്റ് എങ്ങനെ കൗണ്ട് ചെയ്യുക, അഡീഷൻ എങ്ങനെ വരിക, സബ്സ്ട്രാക്ഷൻ എങ്ങനെ വരിക, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരിക, ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഇതിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ.